വന്ദനം. ഇന്ന് ശിശുദിനം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലോകം മുഴുവൻ ആദരിക്കുന്ന നേതാവ്. ഇന്ത്യൻ കണ്ടെത്തൽ, വിശ്വചരിത്രാവലോകനം എന്നീ ഒരുപാട് കൃതികൾ രചിച്ച മഹാനായ ഗ്രന്ഥങ്ങൾ. ഐക്യരാഷ്ട്രസഭയിലും ചെറുചേര കൂട്ടായ്മകളിലുമൊക്കെ ഇന്ത്യയുടെ ശബ്ദം മുഴങ്ങി കേൾക്കാൻ കാരണമായ മികച്ച പ്രാസംഗികൻ. നൂറ്റാണ്ടുകൾ നമ്മെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരിൽ നിന്നും മോചനം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖൻ. ദാരിദ്ര്യവും നിരക്ഷതയും കലാപങ്ങളും ഒക്കെയായി ഏറെ പിന്നിലായ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ച നവ ഭാരത ശില്പി. അങ്ങനെയുള്ള ജവഹർലാൽ നെഹ്റു എങ്ങനെയാണ് കുട്ടികളുടെ ചാച്ചാജിയായി മാറിയത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നത്? അദ്ദേഹത്തിന്റെ വെളുത്ത കുപ്പായത്തിൽ എപ്പോഴും കരുതിയിരുന്ന പനിനീർപ്പുഴ പോലെ നിർമ്മലനായ ചാട്ടാതിക്ക് കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്നു. നിങ്ങൾ ഒരു വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക. 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷം നടുക. ഇനി ഒരു നൂറ്റാണ്ടിനെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണിത്. നമ്മൾ കുട്ടികൾ കളിച്ച് പഠിച്ച് വളർന്നാൽ അതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര വലിയ തിരക്കിനിടയിലും കുട്ടികളോട് ചെലവഴിക്കാനും നല്ല നല്ല സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ചാച്ചാജിയുടെ മകളായ ഇന്ത്യക്ക് ജയിലിൽ നിന്ന് അയച്ച കത്തുകൾ ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തെന്ന പേരിൽ പുസ്തകമായിട്ടുണ്ട്. ആ കത്തിൽ നമ്മുടെ സംസ്കാരവും പ്രകൃതിയും പക്ഷികളും മൃഗങ്ങളും ഒക്കെ വിഷയമായിട്ടുണ്ട്. ഈ മുഴുവൻ കുട്ടികൾക്കുമായിട്ടായിരുന്നു ആ കത്തുകൾ. അങ്ങനെയുള്ള ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കണം, അറിയണം. ഇന്ന് ഈ ലോകത്ത് ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പോലും എത്ര കുട്ടികളാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. ഇന്ന് ഈ ശിശുദിനത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ കുട്ടികളെയും അവരുടെ അവകാശങ്ങളെയും കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ചാച്ചാജി ആഗ്രഹിച്ചതുപോലെ നമ്മൾ ചുറ്റുവട്ടത്തില്ല നന്മയെ സ്വീകരിച്ച് തിന്മയെ ചൂണ്ടിക്കാണിക്കാനുമുള്ള ധൈര്യം നമുക്കുണ്ടാകണം. ലോകത്തിന് സംഭാവന ചെയ്ത ആ മഹത് വ്യക്തിയെ ഒന്നും കൂടി ഓർമ്മിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ജയ് ചാച്ചാജി.